എനിക്ക് കല്യാണം കഴിക്കാൻ ഇവനായിട്ട് ആഗ്രഹം ഉണ്ടോന്നാ അങ്ങനെ അവൻ കല്യാണം കഴിക്കാൻ റെഡിയാണെങ്കിൽ ഞാൻ റെഡിയാണ്. ചെയിൻ ഓൾറെഡി ഞാൻ മേടിച്ചിട്ടതാണ്. പക്ഷെ അവള് വെറും ചെയിൻ കാണിച്ചിട്ട് ഇതല്ലല്ലോ മെഹറുടെ അതിലൊരു ലോക്കറ്റ് അടിച്ച് പേരൊക്കെ ഉണ്ടാവുമല്ലോ എന്നാണ്. അപ്പൊ എന്റെ മനസ്സിൽ തോന്നിയ പ്ലാനാണ് ഇത്. വെറും 15 ദിവസം അങ്ങനെ എന്തോ കൊണ്ട് അടിച്ചെടുത്തതാണ് ഞാൻ ഈ പേരും കാര്യങ്ങളൊക്കെ. ഇവര് പറയുന്ന ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് കള്ളം പറയുന്നതാണ് എനിക്ക് ഇത്രയും അത്ഭുതമായിട്ട് തോന്നുന്നത്. അതിനനുസരിച്ചിട്ടുള്ള ഒരു ഇതായിരിക്കണം നിങ്ങളുടെ എനിക്ക് ഉള്ളത്. എനിക്ക് നിങ്ങളോട് ദേഷ്യമോ വേറുള്ളതോ ഒന്നുമില്ല. ഞാൻ അങ്ങനെ നിങ്ങളെ ഉറപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ മാമനോട് പറയൂല, വിളിപ്പിക്കൂല. ഞാനത് അങ്ങനെ വിട്ടു. ഇനി പൈസക്ക് അപ്പൊ നിങ്ങളുമായിട്ട് എനിക്ക് അങ്ങനെ ഉറപ്പില്ലെങ്കിൽ ഞാൻ മാമനെ കൊണ്ട് വിളിപ്പിക്കത്തില്ല, പറയത്തില്ല എന്ന് പറയുന്നുണ്ട്. ഇവർ ഈ പ്രശ്നങ്ങൾ തീർന്ന് റഫൂഖ് എന്ന് പറയുന്ന ആളെ കുറിച്ച് ഇവർ സംസാരിക്കുമ്പോഴത്തേനും ഈ സെയിം കാര്യം പറയുന്നുണ്ട്. ഞാൻ മാമയെ കൊണ്ടോ ആരെ കൊണ്ടോ സംസാരിപ്പിച്ചിരുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഈ ഇന്റർവ്യൂവിൽ വരുമ്പോൾ അങ്ങനൊരു ചാപ്റ്ററേ നിങ്ങളുടെ ഇന്റർവ്യൂവിലില്ല. ഞാൻ ഇതുവരെ മെഹർ വരെയൊക്കെ ഞാൻ പോയി അന്വേഷിച്ച് എത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. അപ്പോൾ കൂടുതൽ ഘടിപ്പിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് അറിയാം. ഇന്നത്തെ വിഷയവും ഷാജി തന്നെയാണ്. അവരുടെ ജാങ്കോ സ്പേസിൽ അവരുടെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ 2 ഭാഗങ്ങൾ റിലീസായിട്ടുണ്ട്. 2ാം ഭാഗം എന്ന് വന്നിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജാങ്കോ സ്പേസ് ഇന്റർവ്യൂ കണ്ടു തുടങ്ങാം. ഇവർ കോപ്പിറൈറ്റ് തരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. തരാതിരിക്കുമായിരിക്കും അല്ലേ? ഞാൻ എന്തെങ്കിലും ഇവിടെ രൂപമാറ്റം വരുത്തിയൊക്കെ കൊടുക്കാം. ഇത്രയും അറിയാവുന്ന 2 പേരാകുമ്പോഴത്തേന് ഇനിയിപ്പോ ഒരു കല്യാണം കഴിക്കാമെന്നൊക്കെ മൈൻഡിലൊക്കെ ഉണ്ടോ? എനിക്ക് കല്യാണം കഴിക്കാൻ ഇവനായിട്ട് ആഗ്രഹം ഉണ്ടോന്നാ അങ്ങനെ അവൻ കല്യാണം കഴിക്കാൻ റെഡിയാണെങ്കിൽ ഞാൻ റെഡിയാണ്. അപ്പം ഷാജിദക്ക് ഒരു ആഗ്രഹം ഉണ്ടോ ഷറഫിനെ കല്യാണം കഴിക്കാൻ? നല്ല ക്യാരക്ടറാണ്, നല്ല അവൻ കുഴപ്പമില്ലാത്ത ഒരാളാണ്. ഈ ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഇവര് ഞാൻ കല്യാണം കഴിച്ചു എന്നുള്ള വാർത്ത വ്യാജമാണെന്നും പറഞ്ഞിട്ട് ഇവരുടെ തന്നെ യൂട്യൂബ് പേജിൽ ഇട്ടതിന് ശേഷം വന്നൊരു ഇന്റർവ്യൂ ആണ്. ഈ സമയത്തൊന്നും നമ്മുടെ ഈ റഫൂഖ് എന്ന് പറയുന്ന 2ാമത്തെ ആളുടെ കഥ വന്നിട്ടില്ല. ഈ കഥ അറിയാത്തവർക്കുണ്ട് ഞാൻ പറയാം. ഇവർ ഓൾറെഡി പ്രായത്തിൽ കുറഞ്ഞ ഒരാളുമായിട്ട് വിവാഹിതയാകാൻ പോകുന്നു, വിവാഹിതയായി എന്നുള്ള കാര്യം പറയുന്നു. അതിന് ശേഷം ഇവർ ഗൾഫിലുള്ള റഫൂഖ് എന്ന് പറയുന്ന ഒരാളുമായിട്ട് റിലേഷൻ ആയിരുന്നു, അയാളെ കെട്ടാവെന്ന് പറഞ്ഞ് പറ്റിച്ചു, അയാളുടെ പൈസ മേടിച്ചു എന്നൊക്കെയുള്ള കഥകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ കഥകൾ പുറത്ത് വരുന്നതിന് മുമ്പാണ് ഈ ഇന്റർവ്യൂ വരുന്നത്. അപ്പോൾ ഈ ഇന്റർവ്യൂവിലെങ്ങും ആ കഥ പറയുന്നില്ല കേട്ടോ. മൊത്തം 27 വയസ്സുള്ള പ്രായം കുറഞ്ഞ പയ്യനെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാക്കിയൊക്കെ ജീവിതത്തിൽ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റിയ ഒരാളാണ്. അപ്പൊ ഭാവിയിൽ അവൻ കല്യാണം കഴിക്കണം എന്ന് ഞങ്ങൾ പ്ലാനിങ് ഉണ്ടെങ്കിൽ കല്യാണം കഴിക്കണം. അപ്പൊ ഈ മെഹർ എന്നല്ലേ പറയുന്നത്, അറിയില്ല കറക്റ്റ്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു ഐഡിയ ശരിക്കും ഷാജിയുടെ തന്നെയായിരുന്നു മേടിച്ചിടാന്നൊക്കെ ഉള്ളത്. ചെയിൻ ഓൾറെഡി ഞാൻ മേടിച്ചിട്ടതാണ്. പക്ഷെ നിങ്ങൾക്ക് അത്രയും, അതായത് നിങ്ങളുടെ ഒരു സമുദായത്തിൽ പെട്ടതൊക്കെ അത്രയും മഹത്തരമായിട്ടുള്ള സാധനമല്ലേ? ആരപ്പോ പേരടിച്ചിടാത്തത്? ഞാൻ പറയട്ടെ, ഇപ്പൊ ഒരു നമുക്ക് എന്തും കൊടുക്കാമല്ലോ. എന്റെ അറിവില്ല, എനിക്കറിയാം. Healthcare everywhere with HDFC Argos Health Insurance, which gives you 4 times coverage at no additional. ഇല്ല, എന്റെ അല്ലെ ഒരു പുസ്തകം കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ഖുർആൻ കൊടുക്കാം, എന്ത് വേണമെങ്കിലും മെഹറായിട്ട് കൊടുക്കാം. നമ്മുടെ ഇഷ്ടമാണ് അല്ലെ, വരുന്ന ആളുകളുടെ ഇഷ്ടമാണ്. അതായത് ഈ പ്ലാൻ എന്താ പറയാ, ആൾക്കാർ ഈ ചെയിൻ മാത്രമാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ചെയിൻ മാത്രം കാണിച്ചപ്പോൾ ആൾക്കാർ വിശ്വാസം ഉണ്ടായിരുന്നില്ല. അവള് വെറും ചെയിൻ കാണിച്ചിട്ട് ഇതല്ലല്ലോ മെഹറുടെ അതിലൊരു ലോക്കറ്റ് അടിച്ച് പേരൊക്കെ ഉണ്ടാവുമല്ലോ എന്നാണ്. അപ്പൊ എന്റെ മനസ്സിൽ തോന്നിയ പ്ലാനാണ് ഇത്. വെറും 15 ദിവസം അങ്ങനെ എന്തോ കൊണ്ട് അടിച്ചെടുത്തതാണ് ഞാൻ ഈ പേരും കാര്യങ്ങളൊക്കെ. അങ്ങനെ അപ്പോൾ ഈ ഇന്റർവ്യൂവിനകത്ത് ഇവർ പറയുന്നത് വെറും 15 ദിവസം കൊണ്ട് എനിക്ക് തോന്നിയൊരു പ്ലാനാണ്, അങ്ങനെ ഞാൻ അടിച്ചെടുത്താണ് പേര്. ഈ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് വെറുതെ ഒരു പേരടിച്ചതാണെന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊരു സംശയം എന്ന് പറഞ്ഞാൽ വെറും 15 ദിവസം കൊണ്ട് അടിച്ച് ഇവർ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്, എൻ്റെ കല്യാണം കഴിഞ്ഞ ഉള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് ഒരു അപ്രോക്സിമേറ്റ് ഇവർ പറഞ്ഞ പോലെ തന്നെ 15 ദിവസമാണ് 2 ആഴ്ച ബാക്കിലോട്ടോ അങ്ങനെ സംഭവം വന്നു. പക്ഷേ ഇവർ പറയുന്ന ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് കള്ളം പറയുന്നതാണ് എനിക്ക് ഇത്രയും അത്ഭുതമായിട്ട് തോന്നുന്നത്. ഇവർ ഈ റഫൂഖ് എന്ന് പറയുന്ന ആളുമായിട്ട് സംസാരിച്ചു, അയാളുടെ നിന്ന് പൈസ മേടിച്ചു, അയാളെ കൊണ്ട് ലോക്കറ്റിനുള്ള സ്വർണത്തിനും ലോക്കറ്റിനുള്ള പൈസ മേടിച്ച് അടുപ്പിച്ച് ഇത്ര ആക്കിയിട്ടും അത് എൻ്റെ സ്വന്തം കാര്യത്തിന് ചെയ്താന്നാണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾ ഇങ്ങനെ വന്നിട്ട് സംസാരിക്കുമ്പോഴത്തേനും സ്വാഭാവികമായിട്ടും അയാൾ പുറത്ത് വരുമെന്നൊരു ചിന്തയില്ലായിരുന്നു. ശരിക്കും ഫുൾ മിസ്റ്ററി ആട്ടോ, ചുരുളഴിയാത്ത രഹസ്യങ്ങളാണ് ഇവരുടെ ജീവിതമല്ലോ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. 2ാം വിവാഹമായിട്ട് എന്ന് നമ്മളിപ്പോ ജസ്റ്റ് നമുക്കൊരു മെഹർ എന്ന് പറഞ്ഞിട്ട് കഴുത്തിലിടാം. പിന്നെ ഇതൊരു സേഫ്റ്റിയാണ് എനിക്ക്. എന്താണ് നിങ്ങളുടെ ഭാവി പരിപാടികൾ? കാരണം അങ്ങനെ ഭാവി പരിപാടിയൊന്നുമില്ല. എനിക്കും പ്ലാൻ അങ്ങനെ ഭാവി പരിപാടി പറഞ്ഞാൽ ഞാനും അവനും അങ്ങനെ ഭാവി പരിപാടി എനിക്കൊന്നുമില്ല. എന്റെ ലൈഫ് ഇങ്ങനെ. ഷാജിദക്ക് താല്പര്യമുണ്ടോ ഷറഫിനെ കല്യാണം കഴിക്കാൻ? ഇനി അങ്ങനെ ചോദിച്ചാൽ ഇപ്പൊ അവൻ കല്യാണം കഴിക്കാൻ റെഡിയാണെങ്കിൽ ഞാൻ റെഡിയാണ്. അല്ല, ഷാജിദക്ക് ഇഷ്ടമാണ്? എനിക്ക് ഇഷ്ടമാണ് അവനെ, എനിക്ക് ഇഷ്ടമാണ് അവന്റെ. ഞാൻ പറഞ്ഞല്ലോ അവന്റെ ക്യാരക്ടർ ഇഷ്ടമാണ്, അവന്റെ ആ ഒരു സംഭവം എനിക്ക് ഇഷ്ടമാണ്.
അത് പറഞ്ഞിട്ട് അവന് കല്യാണം കഴിക്കണമെന്നൊന്നുമില്ല. അപ്പം ഷറഫിനെ ഈ പറഞ്ഞ മറുപടി പാളിപ്പോയെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് അങ്ങനെ ഒരു താല്പര്യം ഇല്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചിരുന്നെങ്കിൽ അത് അവിടെ തീർന്നേനെ. ഇപ്പോൾ ഈ സംസാരിച്ചത് വെച്ച് നമുക്ക് മനസ്സിലാക്കുന്നത് ആ പയ്യനെ നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ വിവാഹിതന് ഇഷ്ടമാണ്, അപ്പം നിങ്ങൾ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്നുള്ള ഒരു അനുമാനത്തിൽ വേണം എത്താൻ. അതിനുള്ള മറ്റൊരു കാരണം ചെറുപ്പം പ്രായം കുറഞ്ഞ ആളെ കല്യാണം കഴിക്കുന്നതിന് എന്ത് പ്രശ്നമെന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ വാദിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊരു ആൾക്കും കല്യാണം കഴിഞ്ഞ സ്ത്രീയായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അതൊരു കല്യാണത്തിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുള്ള രീതിയിൽ പറയുന്നത്. ഇതേ സമയം തന്നെ റഫൂഖ് എന്ന് പറയുന്ന ആളെ നിങ്ങൾ സ്നേഹിച്ചു, നിങ്ങൾ അയാളുടെ ഇതെഴുതിയ ലോക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ടു, അയാളെ നല്ല ക്ലാസ് ആയിട്ട് അതേസമയം പറ്റിച്ചു, രണ്ടുപേരെ ഒരേ സമയം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നൊരു സംശയം നമുക്ക് ഈ സമയത്ത് ഉടലെടുക്കും. അപ്പം നമുക്ക് ഇവരുടെ ഒരു വോയിസ് ക്ലിപ്പ് ഒന്ന് കേട്ട് നോക്കാം കേട്ടോ. ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോഴും പറയാം, എനിക്ക് യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് എന്നും എൻ്റെ കൂടെ നിൽക്കണം. അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞാലും ഇതിനെ പറ്റി പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. കാരണം ഞാൻ യൂട്യൂബർ ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം എന്തൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ ഉണ്ട് എന്നൊക്കെ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഇതായിരിക്കണം നിങ്ങളുടെ എനിക്ക് ഉള്ളത്. എനിക്ക് നിങ്ങളോട് ദേഷ്യമോ വേറുള്ളതോ ഒന്നുമില്ല. ഞാൻ അങ്ങനെ നിങ്ങളെ ഉറപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മാമനോട് പറയൂല, വിളിപ്പിക്കൂല. ഞാനത് അങ്ങനെ വിട്ടു. ഇനി പൈസയ്ക്ക് അപ്പം നിങ്ങളുമായിട്ട് എനിക്ക് അങ്ങനെ ഉറപ്പില്ലെങ്കിൽ ഞാൻ മാമനെ കൊണ്ട് വിളിപ്പിക്കത്തില്ല, പറയത്തില്ല എന്ന് പറയുന്നുണ്ട്. ഇവർ ഈ പ്രശ്നങ്ങൾ തീർന്നു റഫൂഖ് എന്ന് പറയുന്ന ആളെക്കുറിച്ച് ഇവർ സംസാരിക്കുമ്പോഴത്തേനും ഈ സെയിം കാര്യം പറയുന്നുണ്ട്. ഞാൻ മാമയെ കൊണ്ടോ ആരെ കൊണ്ടോ സംസാരിപ്പിച്ചിരുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഈ ഇൻ്റർവ്യൂവിൽ വരുമ്പോൾ അങ്ങനൊരു ചാപ്റ്ററേ നിങ്ങളുടെ ഇൻ്റർവ്യൂവിലില്ല. വേണ്ടിയിട്ട് ഒരാളെ സ്നേഹിക്കുന്ന സ്വഭാവം എനിക്കില്ല. നിങ്ങളെ പൈസ കണ്ടിട്ടാണ് ഞാൻ സ്നേഹിക്കുന്നത് നിങ്ങൾ പറയരുത്. ഞാൻ ഇതുവരെ മെഹർ വരെയൊക്കെ ഞാൻ പോയി അന്വേഷിച്ച് എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അല്ലാണ്ട് അതിന്റെ ശേഷം എനിക്ക് എത്ര കല്യാണം വന്നു ഞാൻ ഏതെങ്കിലും ഓക്കെ പറഞ്ഞാ ഇല്ലല്ലോ. അതെന്തുകൊണ്ടാ? അത് ഞാൻ നിങ്ങളെ സെറ്റിലാക്കി വെച്ചിട്ടുണ്ട്. ഈ നിങ്ങളെ നല്ലത് വേറെ ആളിനെ കല്യാണം കഴിക്കാൻ ഇനി പോണില്ല. കിട്ടണമെങ്കിൽ നിങ്ങളെ, അല്ലെങ്കിൽ എനിക്കൊരു കല്യാണം ഉണ്ടാവില്ല. അത്രേ ഉള്ളൂ. അപ്പൊ എന്താ പറയുക, നിങ്ങൾ പേടിച്ചിട്ട് നിങ്ങൾ എന്നെ ഇതാക്കണ്ട. ഞാൻ നിങ്ങളെ ഉറപ്പിച്ചിട്ടാണ് നിൽക്കുന്നത്. ഇതിൽ കൂടുതൽ എനിക്ക് ഒന്നും പറയാനില്ല. ഓക്കെ, അപ്പോൾ ഇത് മൊത്തം ഈ റഫൂഖിന് അയച്ചൊരു വോയിസ് മെസ്സേജാണ് നിങ്ങൾ കേട്ടത്. ഇനി ഞാൻ നിങ്ങളെ മാത്രമേ വിവാഹം കഴിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു വോയിസ് ക്ലിപ്പിൽ കഴിഞ്ഞ വീഡിയോയിൽ, അതൊന്നും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒന്നും റിപ്പീറ്റേഷൻ എടുത്തില്ല കേട്ടോ. ആ വീഡിയോയിൽ പുള്ളിക്കാർ പറയുന്നുണ്ടായിരുന്നു ഈ മറ്റേ 27 വയസ്സുള്ള പയ്യനെ കഴിച്ചിട്ട് ഇവനെയാണ് ഞാൻ കെട്ടാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ ഈ പുള്ളിയോട് തന്നെ സംസാരിച്ചിട്ടുണ്ടാവും. അത് മേ ബി ഒരു ഇമോഷൻ്റെ പുറത്ത് പറഞ്ഞായിരിക്കാം. എന്നിരുന്നാലും അത് ഒരു ആണിന് പ്രൊവോക്ക് ആകില്ലേ? ഇനി മറ്റൊരു വോയിസും കൂടെ കേൾക്കാം കേട്ടോ ഇവർ സംസാരിക്കുന്നത്. ആഗ്രഹമല്ലേ പൂർത്തിയാക്കി കൊടുക്കണം. പൂർത്തിയായല്ലോ, എടുത്തല്ലോ. പിന്നെ പേരെന്താ കൊടുക്കണ്ടേ? പേരെന്താ കൊടുക്കണ്ടേ? അപ്പോൾ പേരെന്താ കൊടുക്കേണ്ടത്, ഇദ്ദേഹത്തിൻ്റെ റഹൂഖ് എന്നുള്ളതിൻ്റെ സ്പെല്ലിംഗ് എന്താണെന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവർ ഈ ലോക്കറ്റ് അടിച്ചിട്ട് ഈ നമ്മുടെ റഹൂഖ്ക്ക് അയച്ചു കൊടുത്ത ഫോട്ടോയും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ കൊടുക്കാം. അതിനകത്ത് ജ്വല്ലറിയിൽ നിന്ന് തന്നെ മേടിച്ചിട്ടുള്ള ലോക്കറ്റും കാര്യങ്ങളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു സാധനം ഇത്രയും വലിയൊരു നിഗൂഢത കയ്യിൽ വെച്ചിട്ട് നിങ്ങൾ ഈ 27 വയസ്സുള്ള പയ്യൻ്റെ കാര്യം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഇങ്ങനെ ഒരാൾ പുറത്ത് വരും എന്നൊരു ചിന്ത നിങ്ങൾക്ക് ഇല്ലാതെ പോയത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. നമുക്ക് ഈ ഇൻ്റർവ്യൂവിൻ്റെ മറ്റൊരു ഭാഗം കൂടെ കാണാം കേട്ടോ. പറയാനുള്ളതെന്ന് വെച്ചാല്, ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ജീവിക്കാൻ വേണ്ടി ഒരു ആള് വരുമ്പോഴേക്കും അല്ല, ഇതിനകത്ത് മറ്റൊരു കാര്യം പറയാൻ വിട്ടത്, ഈ ഇൻ്റർവ്യൂവിനകത്ത് പറയുന്നൊരു കാര്യമുണ്ട്. അതിൻ്റെ കട്ടിംഗ് ഒന്നും ഞാൻ വെക്കുന്നില്ല. അതിനകത്ത് ഇവർ സംസാരിക്കുന്നുണ്ട് നിങ്ങളുടെ ഹസ്ബൻഡ് മരിച്ചതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം ചോദിക്കുമ്പോഴത്തേനും അപ്പോൾ ഇവർ പറയുന്നുണ്ട് എനിക്ക് മരിച്ചതിൻ്റെ കാരണം അറിയില്ല, എന്താണെന്നറിയില്ല, പെട്ടെന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ ഞാനും അങ്ങ് ഷോക്കായി എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ആങ്കർ പറയുന്നുണ്ട്, നിങ്ങൾ തന്നെ നിങ്ങളുടെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് വിദേശത്തുള്ള ഒരാളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്, അറിഞ്ഞതുകൊണ്ടാണ് സൂയിസൈഡ് ചെയ്തതെന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ഉള്ള സംസാരങ്ങളെക്കുറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർ പറയുന്നുണ്ടായിരുന്നു അതൊക്കെ ഇക്ക തന്നെ സോൾവ് ചെയ്തതാണ്, ഇക്ക തന്നെ കണ്ടതാണെന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇതിനകത്ത് ഈ 27 വയസ്സുള്ള പയ്യനും വിദേശത്തുള്ളതാണ്, ഈ റഹൂഖ് എന്ന് പറയുന്ന ആളും വിദേശത്തുള്ളതാണ്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും കേൾക്കുന്ന ആളുകൾ ഇത് കണക്ട് ചെയ്യും. ഇവരിൽ ഏതെങ്കിലും റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഈ 2 റിലേഷൻഷിപ്പോ ഉള്ളത് നിങ്ങളുടെ ഹസ്ബൻഡ് കണ്ടിട്ടായിരിക്കും ഇത് ചെയ്തതെന്നുള്ള രീതിയിൽ ഒരുപാട് പേര് ചിന്തിക്കും. ഇപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ട്. ഞാൻ ഒരു ഫേമസ് യൂട്യൂബർ അല്ല, എന്നെ കാണുന്ന തുച്ഛമായ ആളുകളേ ഉള്ളൂ. അതിനകത്തുനിന്ന് എനിക്ക് കമൻറ്റ് വന്നിരിക്കുന്നത് ഇവരുടെ ഹസ്ബൻഡിൻ്റെ മരണം വീണ്ടും അന്വേഷിക്കണം എന്നുള്ള രീതിയിൽ. അപ്പോൾ ആളുകൾക്ക് അങ്ങനെ ഒരു സംശയം വരുന്നതിന് നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരു കാര്യം പറയുമ്പോഴത്തേനും ആൾക്കാർ അതിനകത്ത് ജഡ്ജ് ചെയ്ത് തുടങ്ങും, ഇത് അതാണോ, അത് ഇതുമായിട്ട് ലിങ്ക് ചെയ്യാമോ എന്നുള്ള രീതി ചെയ്തു തുടങ്ങും. അതിനൊന്നും നമുക്ക് തെറ്റു പറയാൻ പറ്റത്തില്ല. ഇനി നമുക്കിത് കാണാം. ഇതിനകത്തൊക്കെ ഇവർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ മൊത്തം ഒന്നും കാണിക്കുന്നില്ല കേട്ടോ.
പൊക്കണതും അവരാണ്, നിലത്തിട്ട് അടിക്കുന്നതും അവരാണ്. ഈ സബ്സ്ക്രൈബേഴ്സ് ആണ് നിലത്തിട്ട്. ഇപ്പൊ ഈ ഇത് പുറത്തു വരുമ്പോഴും ആളുകൾ പറയത്തില്ലേ ഷാജിദയും കോണ്ടന്റിന് വേണ്ടി ഇല്ല കഥ ഉണ്ടാക്കി കണ്ടന്റിന് വേണ്ടിയിട്ട് ഫ്രോഡ് കളിച്ചു പറഞ്ഞാൽ എന്റെ ഈ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞിട്ട് ഞാൻ അത് എന്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ കളിച്ചത് ഇല്ല എന്ന് പറയുന്നില്ല. അതൊരു കണ്ടന്റിന്റെ ആണ്. അതും ഈ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചതിന്റെ പുറത്തുണ്ടായിട്ട് ഒരു കണ്ടന്റ് ഉണ്ട്. അതൊക്കെ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എല്ലാവരുടെ വീഡിയോസും റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവര് ഇങ്ങനെ വീഡിയോസ് എന്താ പറയാ നെഗറ്റീവ്സ് ആരുടെയും ഞാൻ വീഡിയോസ് എടുത്ത് ചെയ്യുന്നില്ല. എനിക്ക് എന്റെ ആവശ്യം വന്നിട്ടില്ല. നെഗറ്റീവ്സ് എടുത്ത് ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങൾ ആവശ്യമില്ലാത്ത പല ആൾക്കാരും പിടിച്ചിടുന്നുണ്ട്. ഇതിനകത്ത് തന്നെ പ്രവീൺ പ്രണവിൻ്റെ കാര്യം നിങ്ങളൊരു ആവശ്യമില്ലാതെ വലിച്ചിടുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളുടെ ഈ റഹൂക്കിന് മറ്റൊരാളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, സൂഫിയോ അവരുടെ പേര് ഞാൻ പോയി, അവരുടെ കഥ ആവശ്യമില്ലാതെ അതിനകത്ത് വലിച്ചിടുന്നുണ്ട്. അതും ഇതും തമ്മിലപ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല. ഞങ്ങൾ ഡയറക്റ്റ് നിങ്ങളുടെ വീഡിയോ ഫോട്ടോ കാണിച്ചിട്ട് റിയാക്ട് ചെയ്ത് പറയുന്നു, നിങ്ങൾ വീഡിയോ ഒന്നും കാണിക്കാതെ അവരുടെ കുറ്റം പറയുന്നു. ഞങ്ങൾ നിങ്ങളുടെ വീഡിയോ കാണിച്ച് നിങ്ങളുടെ കുറ്റം പറയുന്നു. ഇല്ലാതെ വലിയ വ്യത്യാസമൊന്നുമില്ല സഹോദരി ഇതിനകത്ത്, നിങ്ങളത് മനസ്സിലാക്കുക. പിന്നെ സ്വന്തം സബ്സ്ക്രൈബേഴ്സിനാണ് പറയുന്നത്. കയറ്റി വിടുന്നത് സബ്സ്ക്രൈബേഴ്സാണ്, താഴെയിട്ട് ഉടയ്ക്കുന്നത് സബ്സ്ക്രൈബേഴ്സാണ്. താഴെയിട്ട് ഉടയ്ക്കുന്ന ഒരിക്കലും സബ്സ്ക്രൈബേഴ്സ് അല്ല. കയറ്റി വിടുന്നത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബേഴ്സാണ്. താഴെയിട്ട് ഉടയ്ക്കുന്ന സബ്സ്ക്രൈബേഴ്സ് അല്ല. താഴെയിട്ട് അങ്ങനെ ഉടയ്ക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് വരികയോ അല്ലെങ്കിൽ നമ്മളുമായിട്ട് ചുറ്റിപ്പറ്റി എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് വരികയോ ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ സബ്സ്ക്രൈബേഴ്സ് തെറ്റിദ്ധരിച്ച് ആ തെറ്റിദ്ധാരണയുടെ പുറത്ത് എന്തെങ്കിലും കുഴപ്പങ്ങൾ സംഭവിച്ചെങ്കിലേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ സൈഡിൽ നിന്ന് സംഭവിച്ചത് തെറ്റിദ്ധാരണയാണോ അതോ യാഥാർത്ഥ്യമാണോ നിങ്ങൾ പ്രൂവ് ചെയ്തതിന് ഈ സബ്സ്ക്രൈബേഴ്സ് പിന്നെ നിങ്ങളെ പൊക്കി വയ്ക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഈ കോൺട്രവേഴ്സി ഒക്കെ നിർത്തി നിങ്ങളുടെ കണ്ടന്റുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ പോയ ആൾക്കാരൊക്കെ തിരിച്ചു വരും. ഇപ്പം നിങ്ങൾക്ക് തെറ്റ് പറ്റി എന്നുള്ള കാര്യം ഒരു 98% ആളുകൾക്ക് മനസ്സിലായി. 2% ആൾക്കാർ നിങ്ങളെ വിശ്വസിക്കുന്നുണ്ട്. അത് നമുക്ക് തെറ്റു പറയാനൊന്നും പറ്റത്തില്ല. ഓരോരുത്തർക്കും അവരുടേതായ വിശ്വാസങ്ങളും അവരുടേതായ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതിനൊന്നും നമുക്ക് തെറ്റു പറയാൻ പറ്റത്തില്ല. അപ്പോൾ സബ്സ്ക്രൈബേഴ്സിനെ എപ്പോഴും ഇങ്ങനെ പുച്ഛിക്കുന്നത് എനിക്കൊരു നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല കേട്ടോ. അപ്പൊ ഇപ്പൊ ഷാജിദയുടെ ഒരു യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിനോടും ഷാജിദയെ സ്നേഹിക്കുന്നവരോടും കൂട്ടുകാരോടും ഒക്കെ ഷാജിദയ്ക്ക് എന്താ പറയാനുള്ളത്? കാരണം അവരോടൊന്നും പറഞ്ഞിട്ടല്ലോ ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചത്. അപ്പൊ അവരോട് എന്താ പറയാനുള്ളത്? എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. വേറെ പറയാനുള്ളത് കല്യാണം കഴിക്കാനുള്ള പ്ലാനിങ്ങും ഇല്ല. ഇനിയിപ്പോ കല്യാണം കഴിയാണ്ട് നീ ഇങ്ങനെ ആ ചെക്കനായിട്ട് ഇങ്ങനെയൊക്കെ നടന്നു എന്ന് ചോദിച്ചാല് അതിനെനിക്ക് ഉത്തരമില്ല. കാരണം അതിപ്പോ ഒരു ആൽബം സോങ്സാ അല്ലെങ്കിൽ ഒരു നമ്മളിപ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ തന്നെ ഒരു ഫ്രണ്ടിന്റെ കൂടെ പോയാലൊക്കെ അങ്ങനത്തെ വീഡിയോസും ഫോട്ടോസും ഒക്കെ നമ്മൾ എടുക്കേണ്ടി വരും. അപ്പൊ അത്ര ആൾക്കാർ അങ്ങനെ ചെയ്യണ്ടേ, അങ്ങനെ കണ്ടാൽ മതി. അങ്ങനെ ചെയ്യുന്നതിന് യാതൊരു തെറ്റുമില്ല. നിങ്ങളിപ്പോൾ ആൽബം സോങ് വേണമെന്നൊന്നുമില്ല. നിങ്ങളുടെ സുഹൃത്തുമായിട്ട് കൈപിടിച്ച് നടന്നതിനോ കൂട്ടുകാരൻ്റെ കൂടെ തോളും ചരിച്ച് ലാലേട്ടനെ എന്ന് പറഞ്ഞ് നടന്നതിനൊന്നും ഒരു തെറ്റില്ല. പക്ഷേ ഞാനൊരാളെ വിവാഹം കഴിക്കാൻ പോവാണ്, പ്രായത്തിൽ കുറഞ്ഞൊരു പയ്യനെ കിട്ടുന്നുണ്ട്, എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിച്ച് വീണ്ടും അതിനെ തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അല്ലാതെ നിങ്ങളൊരു പയ്യനുമായിട്ട് കൈപിടിച്ച് വീഡിയോ എടുക്കുകയോ നടക്കുകയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ടോ തോളെ കിടന്ന് പറഞ്ഞോ ഒരു പ്രശ്നം ഇവിടെ സംഭവിക്കാനില്ല. പക്ഷേ അത് കാണുന്ന ആളുകളിലേക്ക് വേറെ തരത്തിലേക്ക് നിങ്ങൾ തന്നെ മിസ്ലീഡ് ചെയ്ത് കൊടുത്തു എന്നുള്ളതാണ് സംഭവം. പിന്നെ ഇതിനകത്ത് ഇനി വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. കുറച്ച് മുമ്പ് നമ്മൾ കേട്ട വോയിസിനകത്ത് അവന് സമ്മതമാണെങ്കിൽ എനിക്ക് ഓക്കെ ആണെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് മറ്റൊരു മിസ്മാച്ച്, അവന് അറിയാവുന്ന ഓനക്കറിയും കാര്യങ്ങളൊക്കെ ഓൻ്റെ സമ്മതത്തോടു കൂടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്തതെന്ന് പറയുന്നു. പിന്നെ ഈ ആങ്കർ ചോദിക്കുമ്പോഴത്തേനും ഓൻ അറിയത്തില്ല, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഇവർ ഈ പറയുന്നത് ഒരു ബിൽഡപ്പ് സ്റ്റോറി ആണെന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കെന്ന് ഞാൻ പറയുന്നില്ല, എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാണുന്ന ആളുകൾക്ക് വേറെ അഭിപ്രായം കാണും. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായത്തെ ഞാൻ മാനിക്കുന്നു. ഏകദേശം അവരുടെ അടുത്ത് ഇങ്ങനെയുള്ള കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ ഉസ്താമാരും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ മക്കളോട് പറയുന്നത് ഇതിന്റെയൊക്കെ ഒരു കാര്യങ്ങൾ പിന്നിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അവർക്ക് ഓൾറെഡി അറിയാം യൂട്യൂബ് എനിക്കുള്ള വരുമാനം ഇതാണ്, എൻ്റെ ഓരോ കണ്ടന്റ് ഇപ്പൊ എനിക്ക് എന്താ പറയുക എന്നോട് ചോദിക്കണ അല്ലെങ്കിൽ ഉസ്താമാരായാലും എൻ്റെ ഓരോ കണ്ടന്റ് കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കരുത്. കാരണം ചിലപ്പോൾ എൻ്റെ യൂട്യൂബിൽ പല കണ്ടന്റ് അത് ചിലപ്പോൾ സത്യം വരും, നുണ വരും, അങ്ങനത്തെ കണ്ടന്റുകൾക്ക് വരും. അത് നമ്മളുടെ ഓരോ ഇതാണ്, ജീവിതത്തിനോടനുബന്ധിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് മക്കളിലേക്ക് അങ്ങനെ അടിച്ചേൽപ്പിച്ചില്ല. ഇതിന് ഈ ആങ്കറിന് മറുപടി പറയുന്നുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. നിങ്ങളുടെ യൂട്യൂബിൽ കാണുന്ന കണ്ടന്റുകളിൽ ശരി വരാം, തെറ്റ് വരാം, സ്വാഭാവികം. അതൊന്നും നമ്മൾ തെറ്റ് പറയുന്നില്ല. പക്ഷേ ജീവിതം വെച്ച് കളിക്കുമ്പോൾ അങ്ങനത്തെ ഒരു ശരി തെറ്റുകൾ വരാതെ നോക്കണം. പിന്നെ നിങ്ങളുടെ മക്കളെ ബാധിക്കില്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മക്കളെ അത് നല്ല രീതിക്ക് ബാധിക്കും. കാരണം ഇപ്പോൾ നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നുണ്ട്, നിങ്ങളുടെ മക്കളെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ അത്യാവശ്യം പോപ്പുലറാണ്, 144K സബ്സ്ക്രൈബേഴ്സ് എന്തുകൊണ്ട് നിങ്ങൾ അത്യാവശ്യം പോപ്പുലറാണ്. അപ്പം നിങ്ങളുടെ മക്കളെ പെട്ടെന്ന് ആൾക്കാർ ഐഡൻറ്റിഫൈ ചെയ്യും. കാണുമ്പോൾ എന്തായിരിക്കും ആ മക്കളെക്കുറിച്ച് കാണുന്ന ആളുകൾ സംസാരിക്കുക. അപ്പം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം നിങ്ങളുടെ മക്കളെ ബാധിക്കും, നിങ്ങളുടെ കുടുംബക്കാരെ ബാധിക്കും, എല്ലാവരെയും ബാധിക്കും. അതൊന്നും മൈൻഡ് വെക്കുക. ഞാൻ എൻ്റെ ലൈഫ് എൻ്റെ ഇൻഡിപെൻഡൻറ്റ് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ഒരു സാമൂഹ്യ ജീവിയാണ്. നമ്മൾ കുറേ ആളുകളെ ചുറ്റിപ്പറ്റിയിട്ടാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സ്വാഭാവികമായിട്ടും അത് പലരെയും ബാധിക്കും. മിസ് ഷാജി.
അപ്പൊ ഷാജിദ പറഞ്ഞു വരുന്നത് ഷാജിദയുടെ യൂട്യൂബ് വീഡിയോസ് ആരും അങ്ങനെ വിശ്വസിക്കരുത്. അല്ല, വിശ്വസിക്കരുത് എന്ന് പറഞ്ഞാൽ എന്റേന്ന് മാത്രല്ല, ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് നിൽക്കുന്ന ആരും ഇപ്പൊ റിയലൊന്നല്ല. അത് അവർ പറഞ്ഞത് കറക്റ്റാണ്. ഞാൻ അവരോട് 100-ൽ 110% യോജിക്കുന്നു. ഈ സോഷ്യൽ മീഡിയ വന്നിരിക്കുന്ന എല്ലാവരും റിയലൊന്നും അല്ല. ഈ നമ്മൾ കാണിക്കുന്ന 10 മിനിറ്റോ 15 മിനിറ്റോ ഒന്നും അല്ല നമ്മുടെ ലൈഫിൽ ശരിക്കും സംഭവിക്കുന്നത്. അത് ഇവർ ഇതിനകത്ത് കോട്ട് ചെയ്തതുപോലെ തന്നെ പ്രണവ് പ്രവീൺ വിഷയത്തിൽ സത്യമാണ്. നമ്മൾ അവരെക്കുറിച്ച് വിചാരിച്ച ഒരുപാട് ആൾ, ഇവർ പറയുന്ന പോലെ തന്നെ ഒരുപാട് ആളുകൾ ഇങ്ങനൊരു സഹോദരന്മാരെ കിട്ടിയിരുന്നെങ്കിൽ, ഇങ്ങനൊരു അച്ഛനമ്മ സഹോദരൻ എന്നൊരു കുടുംബം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ അതല്ല അവരുടെ ജീവിതത്തിൽ ശരിക്കും സംഭവിച്ചുകൊണ്ടിരുന്നത്. ഷാജിദയുടെ കാര്യത്തിലും അത് തന്നെ. ഷാജിദ ഒത്തിരി പേര് നമ്മുടെ സ്വന്തം ആളെന്നുള്ള രീതി കണ്ടു, പക്ഷെ അവരിങ്ങനെ പലതരത്തിലുള്ള മിസ്ലീഡ് ചെയ്യുന്നു. അപ്പോൾ ഈ കാണുന്നൊരു 15 മിനിറ്റ് അല്ല ഇവരുടെ യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത്. ഈ 15 മിനിറ്റിനകത്ത് ഞാനാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കണം, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണം, കേൾപ്പിക്കണം എന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും എൻ്റെ അടുത്തുനിന്ന് ഔട്ട് വരുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഹൈഡ് ചെയ്യും. തീർച്ചയായിട്ടും നിങ്ങൾ കാണുന്നത് അവരുടെ പൂർണ്ണമായ ജീവിതമല്ല, അതാണ് കംപ്ലീറ്റ് ആയിട്ട് അതാണ് ശരി എന്നുള്ള കാര്യത്തിൽ ഈ കാണുന്ന സബ്സ്ക്രൈബേഴ്സ് ആരും വിശ്വസിക്കരുത്. അത് ഫാമിലി വ്ളോഗേഴ്സ് ആയാലും റിയാക്ഷൻ ആയാലും ഏവനാണേലും. ഈ 10-20 മിനിറ്റ് കാണുന്ന ആൾക്കാരല്ലല്ലോ ബാക്കിൽ. ഇപ്പൊ ഞാൻ പറയട്ടെ, ന്യൂ ആയിട്ട് നിൽക്കുന്ന ആ 2 ബ്രദേഴ്സും ഉണ്ടല്ലോ, ഇപ്പൊ റീസെന്റ് ആയിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞു, അവരെന്തായിരുന്നു, അവരുടെ വീട്ടിൽ എന്തായിരുന്നു, അമ്മ അച്ഛൻ എന്തായിരുന്നു, ഏട്ടനനി, അയ്യോ ഇങ്ങനെ ഒരു ഏട്ടനനിയനായിരുന്നു വേണ്ടത് കുടുംബത്തിൽ എന്ന് പറഞ്ഞ ആൾക്കാർ എന്തായി ഒരു ഏട്ടനെ എങ്ങനെയൊക്കെ തല്ലി ചതയ്ക്കാൻ പറ്റും അങ്ങനെയൊക്കെ തല്ലി ചതച്ചിട്ടുണ്ട്. അപ്പൊ അത് സോഷ്യൽ മീഡിയ അല്ലേ, അത് യൂട്യൂബ് അല്ലേ, അത് അവരുടെ റിയൽ ലൈഫ്, അതായത് പേഴ്സണൽ ലൈഫാണ്. അതാണ് പേഴ്സണൽ ലൈഫാണ്. അപ്പൊ അവര് ഇപ്പൊ നമ്മൾ കണ്ടതൊന്നുമല്ല അവരുടെ ജീവിതം ചരിത്രം. കാരണം ഏട്ടൻ അനിയൻ അത്ര സ്നേഹമുള്ള അനിയനാണെങ്കിൽ ഒരിക്കലും നേരിട്ട് അറിയാവുന്നവരാണോ അവര്? അല്ല, ഞാൻ യൂട്യൂബ്, ഞാൻ അവരുടെ വീഡിയോസ് കാണുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആണല്ലോ, നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, നമുക്ക് ആരും നേരിട്ട് അറിഞ്ഞിട്ടില്ല. ഇപ്പൊ എന്നെ ഈ കണ്ട ജനങ്ങളൊക്കെ അറിയുന്നത് ഈ സോഷ്യൽ മീഡിയയിലാണ്. എന്നെ ആർക്കും അറിയാത്തൊരു ഗ്രാമത്തിലുള്ള ഒരാള് ആർക്കും അറിയില്ല. സോഷ്യൽ മീഡിയയിലൂടെയാണ് ഷാജി എന്താന്ന് അറിഞ്ഞത്. അപ്പൊ അതുപോലെ തന്നെ ഈ പ്രണവ് പ്രവീൺ നല്ലൊരു ഏട്ടൻ അനിയൻ ബന്ധമായിരുന്നു. അപ്പൊ അത് കണ്ടിട്ട് ഒരുപാട് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റായിട്ട് എനിക്ക് തോന്നിയത്, നിങ്ങളെ ന്യായീകരിക്കാനായിട്ട് നിങ്ങൾ മറ്റു പലരെയും അതിലേക്ക് ഡ്രാഗ് ചെയ്തിടുന്നുണ്ട്. അത് വളരെ തെറ്റായ ഒരു സാധനമാണ്. നിങ്ങൾ അവരവരുടെ പഴിക്ക് പോട്ടെ. നിങ്ങൾ എന്തിനും ആവശ്യമില്ലാതെ അവരെ നിങ്ങളുടെ ജീവിതമായിട്ട് വലിച്ചിടുന്നത്. അത് പ്രത്യേകിച്ച് നിങ്ങൾ കോൺട്രവേഴ്സി ഒന്നും ഇല്ലാത്ത ആളുകളാണ്. ഇപ്പോൾ ഈ കമൻറ്റ് കാണുന്നത് നിങ്ങൾ ചിന്തിക്കുക, വീഡിയോ കാണുന്നത് നിങ്ങൾ ചിന്തിക്കും, നീ അപ്പോൾ വല്ലവനെ ഇടുന്നത്. എൻ്റെ കണ്ടന്റ് അതാണ്. വല്ലവനെയും നിങ്ങൾ പറയുന്ന പോലെ തന്നെ വല്ലവനെ അപരാധം പറയാന്നുള്ളത് തന്നെയാണ് എൻ്റെ കണ്ടന്റ്. പക്ഷേ ഇവരുടെ കണ്ടന്റ് അതല്ല. ഇവരൊരു ഫാമിലി ബ്ലോഗറാണ്. ആവശ്യമില്ലാതെ മറ്റൊരാളെ അതിലേക്ക് ഡ്രാഗ് ചെയ്യേണ്ട ഒരു കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി ഇവർ സംസാരിക്കുന്നുണ്ടായിരുന്നു, ഞാൻ ഉണ്ടാക്കുന്ന കണ്ടന്റുകളിനകത്ത് ഒരുപാട് സത്യം ഉണ്ടാകാം, തെറ്റുണ്ടാകാം, കള്ളം ഉണ്ടാകാം എന്നൊക്കെ ഉള്ള രീതി സംസാരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ പറഞ്ഞ സാഹചര്യത്തിൽ നിങ്ങൾ ഒരുപാട് ആളുകളുടെ നിന്ന് പണം കൈപ്പറ്റിയിട്ടുണ്ട്. ഈ റഹൂക്കിൻ്റെ നിന്നായാലും മെഹറിനും കാര്യങ്ങൾക്കൊക്കെ പൈസ മേടിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ആരെയോ ഗൾഫിലേക്ക് കയറ്റിവിടാനായിട്ട് പൈസ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ പൈസ മേടിച്ചിട്ടുണ്ട്. നിങ്ങൾ 27 വയസ്സുള്ള പയ്യനെ കൊണ്ട് നിങ്ങളുടെ സ്റ്റാറ്റസ് കണ്ട് കാര്യങ്ങൾ ചോദിച്ചപ്പോഴത്തേനും നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ബാധ്യതകളുണ്ടെന്ന് പറഞ്ഞ് അവൻ്റെ നിന്ന് കാശ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് അസുഖം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട്, മറ്റേ തൈറോയിഡിൻ്റെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിൻ്റെ നിന്ന് വെറും 50,000 രൂപ സഹായിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേനും നിങ്ങൾ ഈ കാണിക്കുന്നത്, അതായത് നിങ്ങൾ ക്യാഷിന് വേണ്ടി പറയുന്ന കാര്യങ്ങൾ ഒറിജിനലാണോ കള്ളമാണോ എന്ന് ആളുകൾ എങ്ങനെ വിശ്വസിക്കും? നിങ്ങൾ ബേസിക്കായിട്ട് ഷാജി നിങ്ങൾ എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഒന്ന്, നിങ്ങൾ ഈ ഇൻ്റർവ്യൂ വാരിക്കൊരു കൊടുക്കാതിരിക്കുക. 2, നിങ്ങൾ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പൂർണ്ണമായ ബോധ്യം വേണം. അല്ലെങ്കിൽ നിങ്ങൾ ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക. നിങ്ങൾ ആ കാര്യം സംസാരിച്ചില്ലെന്ന് പറഞ്ഞാൽ ആർക്കും ഒരു ഇതില്ല. കുറേ പേര് വന്നിട്ട് പറ എന്ന് പറയും. മൈൻഡ് ചെയ്യാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെയും നിങ്ങളുടെ മക്കളുടെ കണ്ടന്റായിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം ഭൂരിഭാഗവും നുണയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ പലർക്കും ഇത് ശരിയാണെന്ന് തോന്നിയേക്കാം. നിങ്ങളുടെ അഭിപ്രായത്തെ ഞാൻ മാനിക്കുന്നു. കാരണം എൻ്റെ വ്യൂ പോയിന്റ് നിങ്ങൾക്ക് വരണം എന്ന് ഞാൻ വാശി പിടിക്കുന്നതിൽ യാതൊരു കാര്യമില്ല. അപ്പോൾ ഇതൊക്കെയാണ് സംഭവം. ഈ ഷാജി എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വ്യൂവേഴ്സ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ജനങ്ങൾക്കെല്ലാം പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. അതിന് മുമ്പ് വന്നവർക്കും നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഇത്തരം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. സഭ്യമായ ഭാഷയിൽ മാത്രം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.